കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവങ്ങളുടെ തുടക്കം. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ തന്നെ അയൽവാസി മർദ്ദിക്കുകയായിരുന്നെന്നാണ് പ്രകാശ് ഗ്രാമിലെ മള്ളിയിൽ മുരളിയുടെ ആരോപണം. ശബ്ദം കേട്ട് വീടിന് പുറത്തേക്കെത്തിയ തന്റെ അച്ഛനും സഹോദരിക്കും നേരെയും ആക്രമണമുണ്ടായെന്നും പരാതിയുണ്ട്. വീട്ടിൽ അതിക്രമിച്ചെത്തിയ അയൽവാസി വീട്ടിലുള്ളതെല്ലാം തല്ലി തകർത്തു. കയ്യിൽ കരുതിയ തോക്കുകൊണ്ട് തങ്ങളെ അടിച്ചു. പിന്നീട് പുറത്തിറങ്ങി വെടിയുതിർത്തെന്നുമാണ് ഉയരുന്ന ആരോപണം. ഹരികൃഷ്ണൻ എന്ന് പറയുന്ന പയ്യൻ വഴിയിൽ നിന്നിട്ട് എന്നെ ഇതേപോലെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ഈ ആക്രമിക്കുന്നത് ഒച്ച കേട്ടുകൊണ്ട് അച്ഛനും സഹോദരിയും കൂടി വന്നു. അവരെയും കൈയേറ്റം ചെയ്ത് അയാളുടെ കയ്യിലിരുന്ന തോക്കിന്റെ പാത്തി കൊണ്ട് അടിക്കുകയും അപ്പോഴത്തേക്കിനും ഞങ്ങൾ പെരക്കകത്തോട്ട് ഓടി കയറി. മുരളിയുടെ കുടുംബവും അയൽവാസിയും തമ്മിൽ കാലങ്ങളായി വഴിത്തർക്കം നിലനിൽക്കുന്നുണ്ട്. വസ്തുവിന്റെ രണ്ടു ഭാഗത്തുകൂടി നടക്കാനുള്ള വഴി വിട്ടു നൽകിയിട്ടുണ്ട്. എന്നാൽ വാഹനം കടന്നു പോകുന്ന തരത്തിൽ അയൽവാസിക്ക് വഴി വേണമെന്നതാണ് തർക്കത്തിന് കാരണം. ഉപദ്രവിച്ച മകന്റെ അമ്മ, ആ പുള്ളിക്കാരി നിരന്തരം എന്നെ ഫോണിൽ വിളിച്ചിട്ട് നിന്റെ ആങ്ങളെ ഞാൻ പിടിച്ചു കെട്ടിയിട്ട് വഴി വെട്ടും, അതല്ലെന്നുണ്ടെങ്കിൽ തല്ലിക്കൊല്ലും, ഇത് തന്നെയാണ് അവർ പറയുന്നത്. എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് വഴി വേണം, വഴി തന്നേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതേസമയം ഇരു കൂട്ടരും തമ്മിലുള്ള വഴക്കിനൊടുവിൽ ആക്രമണം നടന്നതാണെന്നും ഇരുവരുടെയും പരാതിയിൽ കേസെടുത്തെന്നും പോലീസ് പറഞ്ഞു. തോക്കുപയോഗിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നുമാണ് കമ്പംമെട്ട് പോലീസ് പറയുന്നത്. ഇരുകൂട്ടരും നെടുങ്കണ്ടത്തെ ആശുപത്രികളിലെത്തി ചികിത്സ തേടി. മാതൃഭൂമി ന്യൂസ്, കുമളി.